എന്റെ അച്ഛൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോശമായി പെരിസിനെയൊക്കെ കൂടാറുണ്ട്. ബട്ട് ആഫ്റ്റർ ദാറ്റ് സെക്സ് എനിക്ക് അതിനെ കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നാറുണ്ട്. ഒരു സദ്യയൊക്കെ കഴിച്ചാല് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാല് ഗർഭിണിയുടെ പോലെ തോന്നും. സ്റ്റുഡൻസ് ആണ് ടോക്ക് ഉണ്ടാവും. ആഫ്റ്റർ മാരേജ് എന്നെ ചീറ്റ് ചെയ്തതായി ഞാൻ ഇന്റർകോഴ്സ് ചെയ്താൽ കൺസീവ് ആകുമോ എന്ന പേടി കൂടി. പാട്ട് കിഷ് കളറാണ്. വീക്ക്ലി വൈസ് സെക്സ് നല്ലതാണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ. വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാൽ യൂട്യൂബ് ചാനൽ. ടോക്ക് ഇന്ന് നമ്മുടെ 4th പാർട്ടാണ്, 4th എപ്പിസോഡായിട്ടോ നമ്മുടെ ഗേളി ടോക്ക് തുടങ്ങിയിട്ട്. നമ്മളിത് സീരീസ് ആയി കൊണ്ടുപോകാന്നാണ് വിചാരിച്ചത്. ഇത് സീരീസ് ആയി പോയോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുൻപ് ഇട്ട 3 വീഡിയോയ്ക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ നല്ലതായിരുന്നു. നമ്മള് ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോഴാണ് നമുക്ക്, എന്റെ അഭിപ്രായം എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ചിലപ്പോ വേറൊരാളുടെ അഭിപ്രായമായിരിക്കാം ഈ അനുഭവം നേരിട്ട ആൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയുള്ള സൊല്യൂഷൻ ആയിരിക്കാം. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ചോദ്യം കേട്ട് വെച്ചാൽ ചിലപ്പോ എന്റെ അഭിപ്രായം എപ്പോഴും ശരിയാവണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇടും. ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഇടും. തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാച്ചാ നേരെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തൂടെ. അപ്പൊ എന്തായാലും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തൂല്ലോ അല്ലേ? തുടങ്ങട്ടെ. ഓക്കെ, അപ്പോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാൽ. വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാൽ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഞാൻ പതിവ് പോലെ ബുക്കിൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്തിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. എന്റെ അച്ഛൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോശമായി പെരുമാറി. ഞാൻ അത് എന്റെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മയും അച്ഛനും വഴക്കായി. അമ്മ എന്നെ വിളിച്ച് അമ്മ വീട്ടിലോട്ട് പോന്നു. ബട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് മാമന്റെ ഫാമിലിക്ക് ഇഷ്ടമില്ല. അമ്മായി അമ്മയുമായി നന്നായി വഴക്കിടുന്നു. ഞാൻ അത് ടീച്ചറോട് പറഞ്ഞത് കൊണ്ടാണോ അമ്മയ്ക്ക് ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടായത്? പറയണ്ടായിരുന്നു, എനിക്കിപ്പോ തോന്നുന്നു. എന്താല്ലേ, അതായത് ഈ കുട്ടിയുടെ അച്ഛനെ കുട്ടിയായിട്ട് ഫിസിക്കലായിട്ട് മോശം രീതിയിൽ പെരുമാറാൻ നോക്കിയപ്പോ ഈ കുട്ടി അത് ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ സ്വാഭാവികമായിട്ടും വീട്ടിൽ വിളിച്ചു പറയും. അപ്പൊ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോ അമ്മോട് പറഞ്ഞു. അമ്മ അച്ഛനായിട്ട് വഴക്കിട്ട് അമ്മയുടെ സ്വന്തം വീട്ടിൽ പോയി. അപ്പൊ പക്ഷെ നമ്മള് കുറച്ചൊക്കെ കാലം സ്വന്തം വീട്ടിൽ നിന്ന ആങ്ങളമാര് ഉണ്ടെങ്കിൽ അവർക്ക് അത് ബാധ്യതയായിരിക്കില്ല. ഒരു 3-4 മാസം കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണല്ലോ ഈ ഭർത്താവ് സമ്പാദിക്കുന്നത്. അതിനിടയിൽ കൂടെ പെങ്ങൾക്കും കൂടി സമ്പാദിച്ചു കൊടുക്കുമ്പോ മിക്ക ഭാര്യമാർക്കും അതൊരു പ്രശ്നമായിരിക്കാം. അപ്പോ ഈ കുട്ടി മോളെ അത് പേടിക്കേണ്ട കാര്യമില്ല. മോളുടെ അമ്മ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അമ്മോട് പറഞ്ഞു. അമ്മ അച്ഛനായിട്ട് വഴക്കിട്ട് വന്നു. അത് കാരണമല്ല അമ്മയ്ക്ക് ഈ അമ്മായിയായിട്ട് പ്രശ്നം ഉണ്ടാവേണ്ട വന്നത്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട കാര്യമില്ല. മോള് പറഞ്ഞത് നന്നായി. കാരണം ഇപ്പൊ മോള് പറഞ്ഞത് കാരണം വീണ്ടും ആള് മോളോട് മോശം രീതിയിൽ പെരുമാറില്ല. പക്ഷെ മോളത് പറയാണ്ടിരുന്നു. വീണ്ടും വീണ്ടും മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ ആള് ചിലപ്പോ റിപ്പീറ്റ് മോളെ ദ്രോഹിക്കാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തത് എന്തുകൊണ്ടും നന്നായി ടീച്ചറോട് പറഞ്ഞത് കേട്ടോ. ഇത് ഈ കുട്ടി ചെയ്ത പോലെ പറയാം. ഫാമിലി ഇങ്ങനെ അച്ഛനൊക്കെ ആവുമ്പോ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റും ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോ. അമ്മ അവിടെ നിന്ന് തല്ലുകൂടി തലപിടിച്ച് പോകുന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്നും പേടിക്കണ്ട. ഇപ്പൊ അമ്മായിയായിട്ട് ഇഷ്യൂ ഉണ്ടെന്നല്ലേ പറഞ്ഞ. മോള് അമ്മയും കൂട്ടിയൊരു വേറെ സെപ്പറേറ്റ് വാടക വീട്ടിൽ പോവാനായിട്ട് നോക്കുക. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അമ്മയോട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ജോലിക്ക് പോകാൻ നോക്കുക കേട്ടോ. നോക്കാൻ പറയാ. പിന്നെ വീട്ടു കാര്യങ്ങളൊക്കെ, അഥവാ നിങ്ങളൊരു സെപ്പറേറ്റ് റെന്റിന് പോയാലും വീട്ടുകാര്യങ്ങളിലൊക്കെ മോളും കൂടി ഹെൽപ്പ് ചെയ്യുക, വീട്ടു ജോലിക്കൊക്കെ. അപ്പൊ എന്തായാലും ഈ തല്ലൂട്ടം വെച്ചിരിക്കണേക്കാട്ടും നല്ലത് നിങ്ങള് ഒരു അമ്മയും മോളും കൂടി ഒരു ചെറിയ വാടക വീട്ടിലോട്ട് മാറുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ തല്ലൂട്ടം ഇഷ്യൂസ് ഒക്കെ മാറുമല്ലോ. അങ്ങനെ ചെയ്യാട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചേച്ചി, ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ ഇന്റിമേറ്റ് ടൈമിൽ അന്ന് കാണുന്നവരുടെ ബോഡി പാർട്ട്, ഡ്രസ്സ്, ബ്രസ്റ്റ് സൈസിനെ ഒക്കെ കുറിച്ച് പറയാറുണ്ട്. ബട്ട് ആഫ്റ്റർ ദാറ്റ് സെക്സ് എനിക്ക് അതിനെ കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നാറുണ്ട്. ഈയിടെ ടൂറ് പോയപ്പോൾ ആൾ എന്നെ വിളിച്ച് ഈ പെണ്ണിന്റെ സൈസ് നോക്കുന്നൊക്കെ പറയുന്നു. ഞാൻ ഒരു ലൈസൻസ് കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നു. എന്താണ് ചെയ്യുക? നൗ ഐ എം നോട്ട് കംഫർട്ടബിൾ. ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു. ഓക്കെ, നമ്മള് നമ്മുടെ ഭയങ്കര ഹാപ്പിനെസ് മൊമെന്റിൽ നമ്മൾ മറ്റുള്ളവരുടെ ബോഡീനെയൊക്കെ പറ്റി
അഭിപ്രായം പറയാം, തടിച്ചാണ് മെലിഞ്ഞിട്ടാണ്, ആളുടെ സൈസ് നോക്കി, ഇയാളുടെ സൈസ് നോക്ക്, ബോയിന്റെ ആയാലും ഗേളിന്റെ ആയാലും ഇങ്ങനെ പറയുന്നത് തെറ്റായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പറയരുതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രത്തോളം മിണ്ടാണ്ടിരിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം സഹിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഇത് പറയാൻ അനുവദിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടെ ചേർന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ലൈസൻസ് ആണ് എന്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇഷ്യൂ ഇല്ലാന്ന് കാണിക്കുന്നത്. അത് അവർക്ക് ഭയങ്കര വലിയൊരു ലൈസൻസ് ആണ്. അതാണ് നിങ്ങൾ നിർത്താൻ പറഞ്ഞിട്ട് ആള് നിർത്താതെ വീണ്ടും ഇതിനെ പറ്റിയിട്ട് തന്നെ സംസാരിച്ചു തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ ആളോട് നന്നായി പറഞ്ഞു മനസ്സിലാക്കുക. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല, ഇനി ഉണ്ടാവരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പരമാവധി സാധ്യത കുറവാണ്. നിങ്ങൾ എത്ര കർശനമായി പറഞ്ഞാലും ഓൾറെഡി ലൈസൻസ് ആൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് പിന്നെയും അത് മാറി ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക, സെക്ഷലി കൗൺസിലിംഗ് നടത്തുന്ന ഒരു ഡോക്ടറെ കാണുക. അത് ഇങ്ങോട്ട് ചിന്താഗതിക്ക് ഇത്തിരി കൂടി മാറ്റം, ആളുടെ ഹസ്ബൻഡിന് ഇത്തിരി മാറ്റം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. മടി വിചാരിക്കാതെ ഒരു സെക്ഷൽ ഡോക്ടറെ തന്നെ പോയി കാണുക കേട്ടോ. എന്നിട്ടൊരു കൗൺസിലിംഗ് എടുക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ചേച്ചി, ഞാൻ നടക്കുന്നത് വളരെ മോശമാണെന്നാണ് എല്ലാവരും പറയാറ്. അത് കാരണം ഞാൻ ബ്രേക്ക് ടൈമിൽ പോലും നടക്കാറോ ഓടാറോ ഇല്ല. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല. ഇപ്പോ ഇത് ശരിയാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എടാ, നമ്മൾ പലരും വ്യത്യസ്തരല്ലേ. എന്നെ പോലെ ആവില്ലല്ലോ തന്നെ കാണാൻ, അതുപോലെ തന്റെ കൂട്ടുകാരിനെ കാണാൻ. നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പൊ നടത്തം എല്ലാവരും ഒരേപോലെ വേണമെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഇപ്പൊ മോളുടെ നടത്തത്തിനെ പറ്റി കളിയാക്കുകയാണെങ്കിൽ അതൊക്കെ വിട്ടുകൾ, അവരുടെ വിവരില്ലായ്മ അത്രേ ചിന്തിക്കണ്ടോ. ഇപ്പൊ ചിലപ്പോ നമ്മുടെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കാം. ഞാൻ ഉണ്ടല്ലോ, എന്റെ നടത്തത്തിൽ ഡിഫറെന്റ് ആണ്. ഞാൻ തുറന്നു പറയാലോ. എന്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കാല് സൈക്കിളിന്റെ കമ്പിയുടെ ഇടയിൽ കുരുങ്ങിയിട്ട് ഒന്ന് പ്ലാസ്റ്റർ ഇടേണ്ട വന്നു കേട്ടോ. ആ ടൈമിൽ എനിക്ക് സാധാരണ നമ്മൾ ഇങ്ങനെ ഇട നടക്കുക, എനിക്ക് ഇത്തിരി ചെരിച്ച് വെച്ച് നടക്കുമ്പോൾ കാല് നല്ല സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു എന്റെ ഒരു PG കാലഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞത് എന്റെ നടത്തം ഇത്തിരി ഡിഫറെന്റ് ആണ്, അത് മറ്റുള്ളവരാൽ കളിയാക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ആ ടൈമിലാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഞാൻ കേൾക്കുന്നില്ല മറ്റുള്ളവർ പറയണം. എന്നിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണില്ല എന്റെ നടത്തത്തിന് എന്താണ് വ്യത്യാസം, എവിടെയാണ് ഇത്ര വ്യത്യാസം ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ എന്നോട് എന്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ, ഞാൻ ഒരു ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് ഒരാളാണ് പറഞ്ഞത്, ചേച്ചിയുടെ കാല് നേരെയല്ല ഇരിക്കുന്നത്, ചേച്ചിയുടെ കാല് ഇത്തിരി വളഞ്ഞിട്ടാണ്, അത് കാരണം ചേച്ചിയുടെ നടത്തം ഇത്തിരി ഡിഫറെന്റ് ആയി തോന്നുന്നു എന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഓ, എന്റെ കാല് വളയാൻ കാരണം എന്താണ്. അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ എന്റെ കാലിന്ന് ഒടിഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി ഇങ്ങനെ നടന്നിരുന്നു. അതാണ് ഇത്ര കൊല്ലം കണ്ടിന്യൂ ചെയ്തതും ആൾക്കാർ എന്റെ നടത്തത്തിൽ കണ്ടുപിടിച്ച ഡിഫറൻസും. പക്ഷെ നമ്മള് തടി വെക്കുമ്പോഴൊക്കെയാണ് നമ്മള് ഈ നടത്തത്തിന്റെ ഡിഫറൻസ് കൂടുതൽ അറിയാം. ഞാൻ ഈ അടുത്ത് കുറച്ച് തടി വെച്ച കാരണം എന്റെ നടത്തത്തിന്റെ ഡിഫറൻസ് കുറച്ചും കൂടി വിസിബിൾ ആയി അറിയാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ അതിൽ ഒന്നും വിചാരിക്കുന്നില്ല. കാരണം എന്താ, ഞാൻ അവരെ പോലെയല്ല, ഞാൻ ഇത്തിരി വ്യത്യസ്തയാണ്. എന്റെ നടത്തം ഇത്തിരി വ്യത്യസ്തമാണെങ്കിൽ ആയിക്കോട്ടെ, കാരണം എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. ഞാൻ ചോറുണ്ണ പോലെ ആയിരിക്കില്ല വേറൊരാള് ചോറുണ്ണ. അതാളുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ എന്റെ കുഴപ്പമാണോ? അല്ല, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായതുകൊണ്ടാണ് നമ്മുടെ പല കാര്യങ്ങളും വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നത്. ഈ നടത്തത്തിന് പറ്റി ഞാൻ പറയട്ടെ, മറ്റുള്ളവര് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ കളിയാക്കുമ്പോ ഉണ്ടല്ലോ, ഇപ്പോ ഒരാള് എന്നെ കളിയാക്കുമ്പോ എന്റെ മനസ്സിൽ എന്നെ കളിയാക്കിയ വ്യക്തിനെ പറ്റിയിട്ട് വളരെ മോശത്തിലുള്ള ധാരണയാണ് കിടക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അവരോട് ഒന്നും പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ കൈ വേണ്ട, ആ കുട്ടി നല്ല ചാടിയ വയറുണ്ട്. അപ്പൊ ഞാൻ പറയാണ്, ഈ മാവേലിയുടെ പോലെ ഉണ്ടല്ലോ കാണാൻ, എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണെങ്കിൽ ആ കുട്ടി മനസ്സിൽ എന്താ വിചാരിക്കാന്നറിയോ? ഓ, ഈ പെണ്ണെന്നെ കുറ്റം പറയുന്നത്, നിനക്ക് നാണലിനൊന്നും ബുദ്ധിയില്ലേ, പലരും പല തരത്തിലാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയുടെ മനസ്സിൽ എന്നെ കുറിച്ച് വളരെ മോശം ധാരണയായിരിക്കും. അത് ആ കുട്ടി കണ്ടിന്യൂ ചെയ്യാൻ ആ കുട്ടിയുടെ മനസ്സിൽ വെക്കുക തന്നെ ചെയ്യും. അതേപോലെയാണ് ആരെങ്കിലും നിങ്ങള് മറ്റുള്ളവരെ കളിയാക്കുമ്പോ ആ കളിയാക്കപ്പെടുന്ന ആളുടെ മനസ്സില് നിങ്ങളെ കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത് വളരെ ലോ ലെവലായിരിക്കും, വളരെ തറ ലെവലായിരിക്കും. നിങ്ങൾക്ക് അമ്മാതിരിയുള്ള പുച്ഛഭാവത്തിലായിരിക്കും നിങ്ങളെ അവർ പിന്നീട് കാണുക. അപ്പൊ പരമാവധി അവരെ മിണ്ടിയില്ലേലും കുഴപ്പമില്ല, കളിയാക്കാതിരിക്കുക.
എല്ലാവരും ശ്രദ്ധിക്കുക. മോളെ നടത്തം വ്യത്യസ്തമാവുന്ന മോളുടെ കുഴപ്പമില്ല, മോൾക്ക് അതൊരു പ്ലസ് പോയിന്റ് ആയി നോക്കുക. മോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് മനസ്സിലാക്കുക, അത് അംഗീകരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പിന്നെ ഈ വ്യത്യസ്തത പറഞ്ഞപ്പോഴാണ് നമ്മുടെ കഥാപാത്രമുള്ള മോഹൻലാൽ, ലാലേട്ടൻ എന്ന് പറയുന്ന ആളുടെ തോള് ഇത്തിരി ചെരിവല്ലേ, അത് ഒരു ഫാഷൻ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ട്രെൻഡായി തന്നെ മാറില്ല. എത്ര പേര് ചിരിച്ച് നടക്കണ ഇത്തിരി തോള് ഇങ്ങനെ. നമ്മൾ ഡാൻസ് ആയാലും ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളുടെ ഒരു ഐഡന്റിറ്റിയാണ് എന്ത്, ആ ചെരിഞ്ഞ തോള് എന്ന് പറയുന്നത് അല്ലേ. ആൾക്ക് ഇത്തിരി തടിച്ച ബോഡി ഉണ്ട്, ആളുടെ മുടി ചുരുണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആൾക്ക് മസിലുണ്ട്. ഇതൊന്നും അല്ല ആൾക്കാർ നോക്കുക. ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു ദംഷരാസോ ഞാൻ എന്തെങ്കിലുമൊക്കെ കളിക്കുമ്പോ ആളെ മിമിക്രി ചെയ്യുമ്പോ ആ തോളൊന്ന് ചെരിച്ചു വെച്ചാൽ അത് ലാലേട്ടനായി അല്ലേ. അദ്ദേഹം ലാലേട്ടനായിട്ട് നമുക്ക് മനസ്സിലാവും, കാരണം അത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയാണ്. അതേപോലെയാണ് മോളുടെ നടത്തം ഭാവിയിൽ ചിലപ്പോൾ മോളുടെ ഐഡന്റിറ്റി ആയിട്ട് മാറിയേക്കാം, നല്ല രീതിയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. എന്തായാലും ഞാൻ ചിന്തിച്ചപ്പോഴാ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നേ. ചേച്ചി, ഞാൻ അധികം തടിച്ചിട്ടല്ല മെലിഞ്ഞിട്ടുമല്ല, പക്ഷെ നല്ല വയറുണ്ട്. ഒരു സദ്യയൊക്കെ കഴിച്ചാല് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാല് ഗർഭിണിയുടെ പോലെ തോന്നുന്നു. കോളേജിൽ പിള്ളേർ പറയുമ്പോൾ മുടി ഫ്രണ്ടിൽ ഇട്ട് നടക്കും. എനിക്ക് പലപ്പോഴും ടോപ്പൊക്കെ ഇട്ട് നടക്കാൻ പേടിയാണ്. കഷ്ടല്ലേ. ഞാൻ പറയട്ടെ, മിക്ക ആൾക്കാർക്കും വയറ് ചാടിയതാണ് കേട്ടോ. ചിലർക്ക് വയറ് ഇത്തിരി കൂടുതൽ ചാടും. അതെങ്ങനെയാ വെച്ചാൽ ഞാനും വയറൊക്കെ ഉള്ള ഇതിപ്പോ മിക്ക സാധനങ്ങളും ഞാൻ വായിക്കുമ്പോണ്ടല്ലോ, ഇത് എന്റെ ജീവിതത്തിൽ നടന്നു പോയ പോലെ എന്നൊക്കെ തോന്നും കേട്ടോ. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ അടിക്കാറുണ്ട്. കാരണം ഇതിൽ പലതും നടക്കുന്നത്, നമ്മൾ പലരും വ്യത്യസ്തരാണെങ്കിലും പലതും നമുക്കും സംഭവിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട കളിയാക്കലുകളായിരിക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ ലോകത്തൊക്കെ ജീവിക്കുന്നവരല്ലേ, നമ്മളും ഇവിടെയൊക്കെ ഉള്ള കാരണമായിരിക്കാം നമുക്കും ഇതൊക്കെ നേരിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, ഈ കുട്ടി മെലിഞ്ഞിട്ടില്ല പക്ഷെ തടിച്ചിട്ടുള്ള ഒരു പാകത്തിനുള്ള വണ്ണാണ്, പക്ഷെ ഈ കുട്ടിക്ക് നല്ല വയറുണ്ട്. അത് കാരണം ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്കും വയറ് നല്ല ചാടിയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു, നല്ല ഗർഭിണി ഫീൽ വരുന്നുണ്ടാവും. അത് പ്രത്യേകിച്ച് ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇടുമ്പോൾ, ജീൻസിന്റെ ടോപ്പൊക്കെ ഇടുമ്പോഴാണ് കൂടുതൽ ഫീൽ അടിക്കുക. കാരണം എനിക്ക് അത്യാവശ്യം വയറുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഞാൻ ചെറുപ്പത്തിൽ നന്നായി വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ വയറ് ഭയങ്കര വീർത്തിട്ടായിരുന്നു, കാരണം ഞാൻ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും. അപ്പൊ വെള്ളം കുടിക്കുന്നവരുടെ വയറ് നല്ലോണം പെട്ടെന്ന് ചാടും. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ഈ ചാടിയ വയറ് കുറയ്ക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ സൊസൈറ്റിക്ക് നമ്മുടെ ഒരു ഐഡിയൽ ശരീരപ്രകൃതി ഉണ്ട് ഗേൾസിന്. എങ്ങനെയാ വെച്ചാൽ മെലിഞ്ഞിട്ട് വയറൊക്കെ ഭയങ്കര ഫ്ലാറ്റ് ആയി ഒരു നയൻതാര ടൈപ്പ് വയറൊക്കെ ആയിട്ട്, പിന്നെ അങ്ങനെയൊക്കെ. പക്ഷെ ഈ കുട്ടി തടിച്ചിട്ടും അല്ല മെലിഞ്ഞിട്ടും അല്ല, പാകത്തിനുള്ള വണ്ണാന്നാ പറയണേ. പക്ഷെ ഈ പാകത്തിനുള്ള വണ്ണം എന്ന് പറയുന്ന സൊസൈറ്റിയുടെ മുമ്പിൽ ചിലപ്പോൾ തടിച്ചതാവും. പിന്നെ ഈ ഇത്തിരി വയറൊക്കെ ചാടിയവരുണ്ടല്ലോ, ഒരു നേരത്തെ ഒരു ഊണ് കഴിച്ചാൽ സദ്യ കഴിച്ചാൽ അവർക്ക് ചാടിയ പോലെ ഫീൽ ചെയ്യും. മോളെ, നമുക്ക് ഇങ്ങനെ ഫീൽ ഉണ്ടെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ആലിയ കട്ട് കുർത്തീസ് ഉണ്ടല്ലോ അതിലോട്ട് മാറുക. അതുപോലെ ആലിയ കട്ട് കുർത്തീസ് നന്നായി തയ്ക്കാനായിട്ട്, ആലിയ കട്ട് കുർത്തീസ് തയ്ച്ചത് ഇടാനായിട്ട് നോക്കുക. പിന്നെ റെഡിമെയ്ഡ് ഡ്രസ്സിനെക്കാട്ടും നല്ലത് ബോഡി മെഷർമെന്റ് എടുത്ത് വീടിന്റെ അടുത്തുള്ള വല്ല തയ്യലും അറിയുന്ന ടൈലേഴ്സിന് കൊടുത്ത് തയ്പ്പിക്കുക. അപ്പൊ ഇത്രയും കൂടി വൃത്തിക്ക് കിടക്കും ഡ്രസ്സ്. പിന്നെ എ ലൈൻ ടോപ്പുകൾ, എ ലൈൻ ആയിട്ട് കിടക്കില്ല. ഞാൻ ഇപ്പൊ ഇട്ടുന്ന ഒരു എ ലൈനാ. അതാകുമ്പോ ഒട്ടി കിടക്കില്ല. സ്ലിറ്റ് ഉള്ള ടോപ്പ് ഒന്നും ഇടാതിരിക്കുക. എ ലൈൻ ആലിയ കട്ട് ഇടുക, അങ്ങനത്തെ ഒക്കെ ഇടുക കേട്ടോ. അങ്ങനത്തെ ഇനിയിപ്പോ ജീൻസിന്റെ ടോപ്പുകളും ആലിയ കട്ടിന്റെ ഷോർട്ട് ആയിട്ടുള്ളത് വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനത്തെ ആലിയ കട്ട് ടോപ്പുകൾ വാങ്ങുക. അപ്പൊ നമ്മുടെ വയർ അധികം ചാടിയ വയറ് വിസിബിൾ ആവില്ല കേട്ടോ, ഈ ഞൂറി ഫ്രണ്ടിൽ കിടക്കണ കാരണേ, പ്ലീറ്റ്സ്. അപ്പൊ അങ്ങനത്തെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറ്റാം. അങ്ങനെയൊക്കെ ഇതിന്റെ വായ അടുപ്പിക്കുക കേട്ടോ. ഇതൊന്നും വലിയ കാര്യമില്ല, ചീന കേസ്. കാരണം പണ്ട് എന്റെ ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു ഇതൊക്കെ. പക്ഷെ ഇപ്പോ ആഫ്റ്റർ കുറച്ച് നാൾക്ക് ശേഷം ഇതൊക്കെ എനിക്ക് എന്താ പറയാ, പുല്ലാണെന്നൊക്കെ പറയില്ലേ, ആ പോലത്തെ സാധനങ്ങളായി മാറിയിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. എന്റെ ലവർ എന്നെ സെക്സിനായി നിർബന്ധിക്കുന്നു, ബട്ട് ഐ ആം നോട്ട് റെഡി ബിഫോർ മാരേജ്. ബട്ട് അത് നോർമൽ ആയ കാര്യമാണെന്നാണ് ലവർ പറയുന്നത്. അപ്പൊ ഞാൻ അബ്നോർമൽ ആണോ, ഞാൻ ഒരു പരാജയമാണ്? ലവിന്റെ ചിന്താഗതി തന്നെ. അതായത്
പണ്ടൊക്കെ പ്യുവർ ലവ് എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടൊന്ന് ചിരിച്ച, അല്ലെങ്കിൽ പരസ്പരം കണ്ണുകൊണ്ട് വർത്താനം പറയുന്ന ലവ്, അത്രയും പ്യുവർ ആയിരുന്നു നമ്മുടെ ലവ് എന്ന് പറയുന്നത് കേട്ടാ. അന്നത്തെ പ്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ചിരി, അതിനൊരു നോട്ടം, അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട് വർത്താനം പറയാം. നമ്മൾ മതിലുകൾ എന്ന് പറഞ്ഞ നോവല് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിലൊരു പെർട്ടിക്കുലർ സീൻ ഉണ്ട്. ഇവര് രണ്ടാളും ഒരു മതില്, ആ മതിലിന്റെ ഇപ്പുറത്ത് മമ്മൂട്ടി ആ കഥാപാത്രം നിൽക്കുന്നു, ഇപ്പുറത്ത് നായിക KPSC ലളിത, അങ്ങനെ രണ്ടുപേരും നിൽക്കുന്നു. പക്ഷെ ഇവര് ഈ മതിലിന്റെ അവിടെ വന്നിട്ടാണ് ഡെയിലി സംസാരിക്കുക. പക്ഷെ ഇവര് ഇതുവരെ കണ്ടിട്ടില്ല. ലാസ്റ്റ് ഈ മമ്മൂട്ടി അതില് തൂക്കി കൊല്ലപ്പെടും തോന്നുന്നുണ്ട്. ഞാൻ പണ്ട് എന്നോ കണ്ടതാണ്, പക്ഷെ എനിക്ക് ഈ സീൻ ഓർമ്മയുണ്ട്. ഇവര് രണ്ടാളും ഈ മതിലിന്റെ അവിടെ അപ്പുറത്തിപ്പുറത്ത് സംസാരിക്കും. പക്ഷെ ഇവര് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആ ലവ് ഭയങ്കര പ്യുവർ ആയിരുന്നു. അങ്ങനെ. പക്ഷെ ഇന്നത്തെ ലവ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇതാണ് ലവ്. സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാലാണ് അത് ലവ് ആവുക. എന്നാൽ മാത്രം നിനക്ക് എന്നോടും എനിക്ക് നിന്നോടും പ്യുവർ ആയുള്ള ലവ് ഉള്ളൂന്ന് വിചാരിക്കുന്ന കാലാണ്. ഞാൻ പറയട്ടെ, മണ്ടത്തരാണ്, തെറ്റിദ്ധാരണയാണത്. നിങ്ങൾ എന്തിനീ മണ്ടത്തരത്തിൽ വീഴണേന്ന് കുറെ പേര്. എന്നിട്ട് മോനെ ഞാൻ കെട്ടിയ കുഴപ്പമില്ല, പക്ഷെ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവര് ഇനി ബ്രേക്കപ്പ് ആവും. എന്നിട്ട് അടുത്ത സാധനം, എന്നെ ഇവര് ഭീഷണിപ്പെടുത്തുന്നു, എന്റെ ഭർത്താവിന് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു പറയുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് സാഹചര്യം? നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനൊന്നും പോകാണ്ടിരിക്കേണ്ടതാണ് നല്ലത്. ഈ കുട്ടിയുടെ തീരുമാനം ഭയങ്കര ശരിയാണ് കേട്ടോ മോളെ. നീ ഒരു പരാജയമൊന്നുമല്ല, അബ്നോർമൽ അല്ല, മോളാണ് നോർമൽ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ മായാ ലോകത്ത് നിന്ന് ഒന്ന് മാറി ചിന്തിച്ചല്ലോ, വളരെ നല്ല കാര്യം. അപ്പൊ പാർട്ട്ണർ നിങ്ങളെ കല്യാണത്തിന് മുമ്പ് സെക്സിനായി നിർബന്ധിക്കുക വെച്ചാൽ അതിന് പോവാണ്ടിരിക്കുക. കാരണം നിങ്ങളൊരു ബ്രേക്കപ്പ് ആയ ഇതേ ഫോട്ടോസും വീഡിയോസും വെച്ച് നിങ്ങൾ അവര് ഭീഷണിപ്പെടുത്താൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ആണായാലും പെണ്ണായാലും. കാരണം കുറെ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും കുറെ പണത്തട്ടിപ്പ് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും വീഴാണ്ടിരിക്കുക. പിന്നെ പറഞ്ഞു കൊടുക്കുക എന്തായാലും കെട്ടാന്നുള്ളവര് പിന്നെ എന്തിനാണ് ബിഫോർ മാരേജ് ഇതിനായിട്ട് നിർബന്ധിക്കുന്നത്? ആഫ്റ്റർ മാരേജ് മതി എന്ന് ഉറച്ചു പറയാം. നിങ്ങൾ എവിടെ സ്ട്രോങ് ആവണു, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും, നിങ്ങൾ എവിടെ സ്ട്രോങ് ആവണു, നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അതിൻ്റെതായ ഒരു പ്യൂരിറ്റിയോട് കൂടിയാണ് നിങ്ങൾ പറയുന്നത് വെച്ചാൽ അത് നിങ്ങളുടെ ഭാഗത്തായിരിക്കും കൂടുതൽ, എന്താ പറയാ, നിങ്ങൾ തട്ടായിരിക്കും താണിരിക്കും, നിങ്ങളുടെ വാക്കിനായിരിക്കും കൂടുതൽ വില ഉണ്ടാവുക കേട്ടോ. പിന്നെ അവര് വീണ്ടും നിർബന്ധിക്കാണ്, ഇതാണല്ലോ ഇങ്ങനെ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണം. ഇട്ടേച്ച് പോയേക്കോ, ഒന്നും തിരിഞ്ഞു നോക്കാണ്ട് പൊക്കോ. ഇനി അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ഞാൻ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ മാസ്റ്റുർബേഷൻ ചെയ്യാറുണ്ട്, ഇത് ആഫ്റ്റർ മാരേജ് പ്രശ്നമാവോ? നിർത്താൻ പറ്റുന്നില്ല. ഓക്കെ, മാസ്റ്റുർബേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറെ പേര് പറയുന്നുണ്ട് സ്ട്രെസ് റിലീഫ് ആണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് എന്താ വെച്ചാ എന്താ പറയാ, ഓർഗാസം ഗേൾസിന് കിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സ്ട്രെസ്ഡ് ആയിരിക്കും, സ്ട്രെസ് റിലീഫിന് വേണ്ടി ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. ആഫ്റ്റർ മാരേജ് പ്രശ്നമൊന്നും ആവില്ല. പക്ഷെ ആഫ്റ്റർ മാരേജ് നിങ്ങളുടെ പാർട്ട്ണറായുള്ള ആ ഒരു ഇന്റർകോഴ്സിനെക്കാട്ടും നിങ്ങൾക്ക് മാസ്റ്റുർബേഷന്റെ ആണ് കൂടുതൽ റിലീഫ് കിട്ടുന്ന വെച്ചാൽ അത് ചിലപ്പോൾ പ്രശ്നമാവും. പക്ഷെ നിങ്ങൾ സ്ട്രെസ് റിലീഫിന് വേണ്ടി ചെയ്യാൻ നിർത്താൻ പറ്റും, അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കൂടാ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. പരമാവധി അത്ര വലിയ ഇഷ്യൂ ഒന്നല്ല അത് തോന്നുന്നു. പിന്നെ ആഫ്റ്റർ മാരേജ് അതൊന്നും പ്രശ്നമൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തൊരു ചോദ്യം, ചേച്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ബോയ് ആയിട്ടാണുള്ളത്. ഞങ്ങൾ ബയോളജി സ്റ്റുഡൻസ് ആണ്. 2 ദിവസം ഞങ്ങൾ തമ്മിൽ സെക്ഷൽ ടോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ഫിസിക്കലി ഇന്റിമേറ്റ് ആവാൻ നോക്കി എന്നാണ് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് എന്തോ സാഹചര്യം കൊണ്ട് അതിന് ഞങ്ങൾ തിരിച്ചു വന്നു. ഇനി ഞാൻ ഇങ്ങനെ അവന്റെ മുഖത്ത് നോക്കും. ഇതിലെന്താണ് മുഖത്ത് നോക്കാണ്ടിരിക്കാനുള്ള കാര്യം? നിങ്ങളുണ്ടല്ലോ, നിങ്ങള് ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയംബോധത്തിലിരിക്കുക. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ഇനി വല്ല പ്രശ്നമാവോ എന്ന് ചിന്തിക്കാതിരിക്കുന്നതിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യത്തില് നിങ്ങളൊരു സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ പറ്റി കോൺഷ്യസ് ആയി തന്നെ ഇരിക്കുക കേട്ടോ. അടിച്ചു പൂക്കുറ്റിയായിരിക്കണം പോലെ ഇരിക്കാണ്ടിരിക്കുക. അപ്പം ഇതില് രണ്ടുപേരും ഭാഗത്തും ഉണ്ടല്ലോ, രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ഇതിന് ശ്രമിച്ചത്. പിന്നെ ഇതിനാണ് മോള് തന്നെ അയ്യോ ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കും, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. മോളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റുള്ള, രണ്ടാളുടെ ഭാഗത്തുകൊണ്ട് മുഖത്ത് നോക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മോൾക്ക് പിന്നെ കംഫർട്ടബിൾ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തേക്കാം.
അടുത്തൊരു ചോദ്യം, ചേച്ചി എനിക്ക് ക്ലാസ്സിലെ ഒരു കുട്ടീനെ ഇഷ്ടമാണ്, ഞങ്ങൾ സെയിം ക്ലാസ് ആണ്, ഞങ്ങൾക്കിടയിലുള്ള കോമൺ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട് ആണ്, ഞങ്ങളുടെ പാർട്ട്ണർ എക്സ്പെക്ടേഷൻ സെയിം ആണെന്ന് പറഞ്ഞത്, അവൻ എന്നോട് ഇഷ്ടം വന്നു പറയുന്നു ഞാൻ കരുതി വെയിറ്റ് ചെയ്തു, ബട്ട് പോസിറ്റീവ് സയൻസ് ഉണ്ടെങ്കിലും അവൻ പറയാത്തതിനാൽ ഞാൻ ചെന്ന് പറഞ്ഞു, അവൻ നോ പറഞ്ഞു, ബട്ട് ഐ സ്റ്റിൽ ഫീൽ ഹി ലൈക്സ് മീ, എനിക്ക് ഇവനോട് പഴയ പോലെ മിണ്ടാൻ പറ്റുന്നില്ല, ഐ സ്റ്റിൽ ലവ് ഹിം. അത് ഞാൻ പറയട്ടെ, അതൊക്കെ കോളേജ് ലൈഫില് കുറെ പേര് അനുഭവിച്ച കാര്യമായിരിക്കും കേട്ടോ. ഇപ്പം പണ്ടൊക്കെ ബോയ്സ് ആയിരുന്നു കൂടുതൽ അനുഭവിച്ചിരിക്കുന്നത്, മീൻസ് നോ പറയുന്നതും അവോയ്ഡ് ചെയ്യുന്നതൊക്കെ ബോയ്സ് ആയിരുന്നു കൂടുതൽ അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗേൾസും അവരിഷ്ടമൊക്കെ തുറന്നു പറയാൻ തുടങ്ങി. അപ്പൊ അവര് നോകളൊക്കെ കേൾക്കേണ്ടി വരും, അത് അക്സെപ്റ്റ് ചെയ്യാട്ടോ. ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് ചേച്ചി. ഇവര് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാ, ഇവര് രണ്ടാളും ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഈ കുട്ടിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടിയുടെ ഫ്രണ്ടാണ് ഈ ചെക്ക് എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് കോമൺ ആയിട്ട് രണ്ടാൾക്കും ഒരു ഫ്രണ്ട് ഉണ്ട്. ആ കുട്ടിയാണ് പറഞ്ഞേ, നിന്റെ അതേ ചിന്താഗതിയാണ്, നിന്റെ അതേ വൈബിനൊത്താണ് ഈ ചെക്കെന്ന് ഈ ചെക്കനോട് ചെന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടിക്ക് എന്തായി, എന്റെ സെയിം വൈബ് സെറ്റ് ആവാം, വേണമെങ്കിൽ ഈ കുട്ടിക്ക് ആ ടൈമിൽ റിലേഷൻഷിപ്പ് നോക്കുന്നുണ്ടാവും, അപ്പൊ സെറ്റ് ആവാന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ചെക്കന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് സയൻസ് ആണ്, ലൈനൊക്കെ ഉള്ള, ഈ ചെക്കന് ഈ പെൺകുട്ടീനെ ഇഷ്ടമുള്ള പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് വിശ്വസിച്ചിട്ടാണ് ഈ പെൺകുട്ടി ചെന്ന് ഈ ചെക്കനെ പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ആ ചെക്കൻ എന്ത് പറഞ്ഞു, നോ പറഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് എന്തോ പോലെ ഒന്ന് നോയും കേട്ടു, പിന്നെ അത്യാവശ്യം ഫ്രണ്ട്സ് അറിഞ്ഞിട്ടുണ്ടാവും, അതും കൂടി ഉണ്ടാവും. പക്ഷെ ഈ കുട്ടിക്ക് ഇപ്പോഴും ആളെ ഇഷ്ടമാണ്, അതുപോലെ ആൾക്ക് ഈ പെൺകുട്ടീനെ ഇഷ്ടമാണെന്ന് ഈ കുട്ടിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടെന്നാണ് പറയണേ. മോളെ, നിനക്ക് തോന്നിയിട്ടാണ് ആ ചെക്കന് മോളോട് പോസിറ്റീവായിട്ട് സൈൻ തന്നു, അതൊക്കെ തോന്നിയിട്ടാണ് നീ ചെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരാളെ പ്രപ്പോസ് ചെയ്യാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കണ്ണാടിയുടെ മുമ്പിൽ, ഞാൻ പറയുന്നത് ആരായാലും നേരെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് വെറുതെ ഒരു അഭിനയട്ടോ, എനിക്ക് ഇന്ന ആൾ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ നോക്കി നോക്കിയേ. ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് വാക്ക് കിട്ടില്ല. ഈ സിനിമയിൽ കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ഈ പ്രപ്പോസിങ് എന്ന് പറയുന്നത്. നമുക്ക് ഒരാളോട് ശരിക്കും ഇഷ്ടപ്പെട്ട അവരെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് വിക്കല് വരും ചിലപ്പോ. ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിന്റെ കണ്ടിട്ടുണ്ട് കേട്ടോ, ബോയ്സായാലും ഗേൾസായാലും, അവരൊന്നും പറയാൻ പോകുമ്പോ അവര് ടെൻഷൻ അടിച്ച് ചാവും. ഇത്ര ധൈര്യമുള്ള ആൾക്കാരായിരിക്കും, ശരിക്കും ഒരു ഭയങ്കര ധൈര്യമുള്ളവരായിരിക്കും, പക്ഷെ ഈ ഒരു പരിപാടിക്ക് നിൽക്കുമ്പോഴേക്കും ഭയങ്കര എവിടെ നിന്നൊക്കെ ധൈര്യം ചോർന്നു പോണ പോലത്തെ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും എഫേർട്ട് എടുത്ത് അത്രയും ധൈര്യം സമ്പാദിച്ചിട്ടായിരിക്കും ഇവര് നേരെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പോവാ. അതും ഇവർക്ക് തിരിച്ച് ഇഷ്ടമെന്ന് ഒരു സൈൻ കിട്ടിയിട്ടാണല്ലോ ഈ കുട്ടി പോയിക്കുന്നത്. അപ്പൊ ഒരു നോ പറയുകയാണെങ്കിൽ പിന്നെ ആളെ കാത്തിരിക്കണ്ട, ആൾക്ക് ഒന്നെങ്കിൽ നിങ്ങള് തിരിച്ച് ആ റിലേഷൻഷിപ്പിലാവാൻ മാത്രം ധൈര്യം ആൾക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മോൾക്ക് തെറ്റായി തോന്നിയതാവാം. നിങ്ങളുടെ കോമണറായുള്ള ആ ഫ്രണ്ട് ഉണ്ടല്ലോ, ആള് പറഞ്ഞില്ലേ ചിലപ്പോ ആൾക്ക് നിന്നെ ഇഷ്ടമുണ്ട്, നിങ്ങൾ സെയിം വൈബാണ്, ആ ഒരു വൈബിൽ കൂടിയാണ്, ഇഷ്ടമെന്നല്ല സെയിം വൈബാണെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോ അത് കാരണം മോൾക്ക് തോന്നിയതാവും കേട്ടോ. പിന്നെ ആള് നല്ല ഫ്രണ്ട് ആയിട്ടായിരിക്കും, മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക, മീൻസ് ആള് നോ പറഞ്ഞേക്കുക, പിന്നെയും മോള് കടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട, ആൾക്ക് അത്ര ധൈര്യമുള്ളൂ എന്ന് വിചാരിക്കാം. ചിലർക്ക് ഇഷ്ടം ഉണ്ടാവും, പക്ഷെ പ്രേമിക്കാൻ മാത്രം ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ അഥവാ പ്രേമിച്ചാലും അത് ആ കോളേജ് കാലം കഴിയുമ്പോ, ഇപ്പൊ ഫസ്റ്റ് ഇയർ തുടങ്ങി തേർഡ് ഇയർ ആവുമ്പോ അത് പിന്നെ തന്നെ എന്താ പറയാ ബ്രേക്കപ്പ് ആയി പോകും. എന്തിനാ നിൽക്കുന്നത് മോള്, അത് വേണ്ടാന്ന് വെച്ചോളൂ. അടുത്തൊരു ചോദ്യം നോക്കാം. ചേച്ചി 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നോ ഇന്റിമസി, ഭർത്താവിന് എന്നെ അവോയ്ഡ് ചെയ്യുന്നു, എന്താണ് കാരണം? ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു 3 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഇതുവരെ ഒരു ഇന്റിമസി നടന്നിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. അപ്പം ഭർത്താവ് ചെല്ലുമ്പോ, ഈ പെൺകുട്ടി ചെല്ലുമ്പോഴൊക്കെ ഭർത്താവ് അവോയ്ഡ് ചെയ്യാന്നാണ് പറയണേ. എനിക്ക് തോന്നുന്നു ആളിങ്ങനെ നിങ്ങൾ ആദ്യം സംസാരിച്ചു നോക്കുക, എനിക്ക് എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് സംസാരിച്ചു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇന്നത്തെ കാലമായോണ്ട് പറയാണ്, ചിലപ്പോ ആൾക്ക് വല്ല ഗേ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരും ഗേൾസ് ആയിട്ട് ഇന്റിമസിക്ക് മുതിരില്ല, ഗേ ആവാം. ചിലപ്പോ ആളുടെ നിങ്ങളുടെ ഭാഗത്തുനിന്നേ
ചിലപ്പോ വല്ല കളിയാക്കലും ആള് നേരിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കളിയാക്കലുകള് ആണ് ഏറ്റവും നമ്മളെ ഓപ്പോസിറ്റ് ഉള്ള ആളെ വേദനിപ്പിക്കുക. അവരുടെ ഈഗോനെ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര നല്ല പിള്ള ചമഞ്ഞിട്ടും എത്ര സ്നേഹിച്ചിട്ടും എന്തൊക്കെ വാരിക്കൂട്ടി കൊടുത്തിട്ടും ഒരു കാര്യമില്ല. അത് നിങ്ങളെ മൈൻഡ് പോലും ചെയ്യില്ല. ഒന്നെങ്കിൽ ആള് ഗേ ആയിരിക്കാം, അല്ലെങ്കിൽ ആളുടെ ഈഗോനെ നിങ്ങൾ ഹേർട്ട് ആക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും. ആണായാലും പെണ്ണായാലും ഞാൻ പറയുന്നത് സെയിം തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും ഒരു കൗൺസിലിങ്ങിന് കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുക. കൗൺസിലർക്ക് ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. നോക്കി നോക്കൂ കേട്ടോ. കാരണം 3 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. രണ്ടാളും കൂടി തീരുമാനിച്ചെടുത്ത ഒരു ബ്രേക്കാണ്. ഇന്റിമസിയുടെ ബ്രേക്ക് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ആളുടെ ഭാഗത്തുനിന്ന് മാത്രല്ലേ ഉള്ളൂ. നോക്കൂ. അടുത്തത്, ചേച്ചി എനിക്ക് 17 വയസ്സായി, തീരെ ബ്രസ്റ്റ് ഇല്ല, ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഭംഗിയില്ലാത്ത പോലെ തോന്നുന്നു. 17 വയസ്സല്ലേ ഉള്ളൂ. നമ്മൾ പലരും, ഞാൻ പറഞ്ഞല്ലോ, പലരും വ്യത്യസ്തരാണ്. പലരുടെ ബോഡി ടൈപ്പ് വ്യത്യസ്തമാണ്. അതുപോലെ പലരുടെയും ബ്രസ്റ്റിന്റെ സൈസും വ്യത്യസ്തരാണ്. ഇപ്പൊ എനിക്കുള്ള അത്ര മുടിയല്ലേ ഇതിപ്പോ വെട്ടിയതല്ല. എനിക്കുള്ള മുടി ആയിരിക്കില്ല വേറൊരാൾക്കുള്ളത്. അത്രയും മുടിയുടെ ആ ഒരു വോളി ഉണ്ടല്ലോ, ആ ഒരു ഉള്ള്, അതായിരിക്കില്ല വേറൊരാൾക്കുള്ളത്. മുടിയുടെ കേസ് തന്നെ ഇങ്ങനെ, നമ്മൾ വിസിബിൾ ആയ മുടിയുടെ കേസ് തന്നെ ഇങ്ങനെ. അപ്പൊ ബ്രസ്റ്റിന്റെ സൈസും പലവർക്കും പലതരത്തിലായിരിക്കും. ഒരാൾക്ക് ചിലപ്പോൾ ഹെവി ബ്രസ്റ്റ് ആയിരിക്കും, ചിലവർക്ക് നോർമൽ ആയിരിക്കാം, ചിലവർക്ക് കുറവായിരിക്കാം, ചിലവർക്ക് 2 ബ്രസ്റ്റും 2 സൈസ് ആയിരിക്കും. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ആയിരിക്കാം. അങ്ങനെ പലതും പല ടൈപ്പാണ്. ഇനിയിപ്പോ ഇതൊക്കെ നോർമലാണ് മോളെ, ബ്രസ്റ്റ് സൈസ് ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ തോന്നുക വെച്ചാൽ ഒരു പാഡഡ് ആയിട്ടുള്ള പുഷപ്പ് ബ്രാ, പാഡഡ് ബ്രാ ഒക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കാം. ചേച്ചി എനിക്ക് തീരെ ബ്രസ്റ്റ് ഇല്ല, ഭർത്താവ് ഇതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു, എന്താ ചെയ്യാ? ഇപ്പൊ ഇന്റിമേറ്റ് ടൈമിൽ ഒട്ടും കോൺഫിഡന്റ് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പാഡഡ് ബ്രാസ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ ആയിരിക്കുമ്പോഴുള്ള കാര്യം. പക്ഷെ ഇത് നിങ്ങൾ പാർട്ട്ണറായിട്ട് വരുമ്പോ അത് വേറെ ലെവല് പ്രശ്നമായിട്ട് മാറും കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറയുക, ഇത് ഓൾറെഡി എന്റെ ശരീരം ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കിപ്പോ ഈ ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ച് എനിക്കിപ്പോ വീർപ്പിച്ച് ബലൂണ് പോലെ ഒന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. മിക്ക ആൾക്കാർ ഇപ്പൊ ഗേൾ ആയാലും ബോയ് ആയാലും ഇപ്പൊ പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ, പോൺ വീഡിയോയിൽ അവരുടെ ശരീരം അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ആക്കിയെടുത്തതാണ്. കാരണം അവർക്ക് വേണ്ടത് അതിൽ നിന്നാണ് അവരുടെ വരുമാനം. അവർക്ക് ജീവിതം, അരി വാങ്ങണ്ടേ അവർക്ക്, അതിനുള്ള കാശ് അവർക്ക് കിട്ടുന്ന എങ്ങനെയാ? അവരുടെ ബോഡി അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട്. ഇപ്പം പോൺ വീഡിയോസ് ഇത് ബോയ്സിനെ കണ്ടിട്ട് ഭയങ്കര മസിൽഡ് ആയിരിക്കും, ഭയങ്കര ബോഡിയൊക്കെ ഭയങ്കര ഫിറ്റ് ആയിരിക്കും. അവരങ്ങനത്തെ ബോഡി ഫിറ്റ് ആക്കിയാൽ അവർക്ക് ഈ പോൺ വീഡിയോക്ക് ഒരു ഓഡീഷൻ നടക്കില്ലേ, അതിലേക്ക് അവരെ സെലക്ട് ചെയ്യണ്ടേ? അവരെ ബോഡി കണ്ടിട്ടല്ലേ അവരെ സെലക്ട് ചെയ്യാം. അതുപോലെ അപ്പൊ ഇവര് ഈ പോൺ വീഡിയോത്തെ ബോഡി കണ്ടിട്ട് നമ്മുടെ ഭാര്യമാർക്ക് അതേ ബോഡി വേണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഹസ്ബൻഡിന് അതേ ബോഡി വേണം എന്നൊക്കെ വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അങ്ങനെ ചിന്തിക്കാനിരിക്കുക. ആളോട് തുറന്നു പറയാട്ടോ. പറ്റുവെച്ച ആൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചെടുക്കുക. കാരണം പലരുടെ ബോഡിയും വ്യത്യസ്തമാണ്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാര്യയാണ്. ഭാര്യയുടെ ശരീരത്തിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാണ്ട് അവരെ ബോഡീനെ വെച്ച് കുറ്റം പറയാനല്ലോ. ഭാവിയിൽ നിങ്ങളുടെ സെക്ഷൽ ഇന്റിമസിയില്, സെക്ഷൽ ഇന്റർകോഴ്സില് ആളുടെ പാർട്ട്ണറുടെ കോൺഫിഡൻസ് പോയാൽ നിങ്ങളുടെ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ബാധിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ചേച്ചി പാഡ് 6 മണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചിരുന്നത് കേട്ടോ. ഇപ്പൊ പാഡ് എന്ന് പറയുമ്പോഴേ അതിന് ഒരു കപ്പാസിറ്റി ഉണ്ടാ. ഇപ്പൊ നമ്മള് ഒരു ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ കൊള്ളാവുന്ന വെള്ളത്തിനല്ലേ അതിന് കപ്പാസിറ്റി ഉള്ളു. അതിൽ കൂടുതൽ അതിലേക്ക് ഒഴിച്ചെന്താ അത് കവിഞ്ഞ് പുറത്തേക്ക് പോകൂല്ലേ. അതേപോലെയാണ് ഒരു പാഡിനും ഇത്ര ഒരു 6 മണിക്കൂർ, 4 to 6 ആണ് ഒരു പാഡിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനും കൂടുതൽ വെച്ചാൽ അതില് ബ്ലഡ് ഫ്ലോ നിക്കില്ല. അത് മാത്രല്ല, ഈ പാഡ് യൂസ് ചെയ്തവർക്ക് അറിയാം, അത് ഭയങ്കര പൊട്ട മണം വരും കുറച്ച് കഴിഞ്ഞാൽ. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ ഈ പാഡിൽ നിന്ന് വളരെ മോശം സ്മെല്ലാണ് വരിക. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം സ്മെല്ലുള്ളൂന്ന്. ഒട്ടുമല്ല, അപ്പുറത്തിരിക്കുന്ന ആൾക്കും സ്മെല്ല് വരും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പാഡൊക്കെ വെച്ച് മാറ്റിയില്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റുക, അവർക്ക് സങ്കടം ആവില്ലേ? അതായത് നമ്മളൊന്നും മിണ്ടില്ല, എന്നിട്ട് നമ്മൾ വായടച്ചിരിക്കും, പക്ഷെ നമുക്ക് ആ മണം കിട്ടുന്നുണ്ട്. ഒരു ചീഞ്ഞ പോലത്തെ ഒരു
ഫൗൾ സ്മെല്ലാണ് കേട്ടോ വരിക. അപ്പൊ അത് കാരണമാണ് ഈ പാഡ് 6 മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റണം, ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഈ മണാണ് മെയിൻ. വേറെ പിന്നെ കുറെ നേരം വെച്ചാൽ അവിടെയൊക്കെ ചൊറിച്ചില്, ഇന്റിമേറ്റ് പ്രൈവറ്റ് പാർട്ടിൽ ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു 12 മണിക്കൂറൊക്കെ വെക്കാം, പക്ഷെ മണം സഹിക്കാൻ പറ്റാത്ത മണമായിരിക്കും, കൂടെ ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാവും. അടുത്തൊരു ചോദ്യം നോക്കാം കേട്ടോ. ചേച്ചി, എന്റെ ഭർത്താവ് ആഫ്റ്റർ മാരേജ് എന്നെ ചീറ്റ് ചെയ്തതായി ഞാൻ അറിഞ്ഞു. ആളെന്നോട് സോറി ഒക്കെ പറഞ്ഞെങ്കിലും എനിക്ക് പഴയ ആ സ്നേഹം ആളോട് തോന്നുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ആഫ്റ്റർ മാരേജ് നിങ്ങൾ ചീറ്റ് ചെയ്തപ്പെട്ടു എന്ന് അറിഞ്ഞു, അഥവാ ആൾക്ക് വല്ല റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ കല്യാണത്തിന് മുമ്പുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ ആൾക്ക് അപ്പം നിർത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ആള് മാരേജിന് ശേഷം അത് നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വേണമെങ്കിൽ ആ ടൈമിലായിരിക്കും താൻ ഇത് കാണുന്നതും അറിയുന്നതും. അപ്പൊ ആള് സോറി പറഞ്ഞ് നിർത്താം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ സംസാരിച്ച് തീർക്കുക. ആളത് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. ആള് നിങ്ങളെയും വേണം, ആ മറ്റേ ആളെയും വേണം, രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ. അതായത് അറ്റേ ടൈം 2 മാങ്ങ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് മുന്നോട്ട് പോകുന്നത് വെച്ചാൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുക. പക്ഷെ ആളത് ഒഴിവാക്കി ഇപ്പൊ ഭാര്യ നിങ്ങളെ മാത്രമേ വേണ്ടു എന്നൊക്കെ പറഞ്ഞ് ആണ് മാപ്പ് പറയുന്നത് വെച്ചാൽ ഒരു ചാൻസും കൂടി കൊടുക്കാൻ നോക്കുക കേട്ടോ. എല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. കാരണം എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ കംഫർട്ടബിള്, നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും നോക്കുക. പിന്നെ എനിക്ക് ഇതിനത്ര സൊല്യൂഷൻ പറയാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ആൾക്ക് കൂടുതൽ എഫക്റ്റീവായി തോന്നിയേക്കാം. അടുത്ത ചോദ്യം നോക്കാം. ചേച്ചി, എന്റെ ഭർത്താവ് ഫോൺ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നിർബന്ധിക്കുന്നു. എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിന് അത് വിഷമാവൂ? ഞാൻ പറഞ്ഞല്ലോ, ഫോൺ വീഡിയോ കാണുന്നത് അവരുടെ ബോഡി ഉണ്ടാക്കി വെച്ചിരുന്നത് അവരുടെ അരി വാങ്ങാനുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതുപോലെ ഇങ്ങനെ ചെയ്യാം. അവരുണ്ടല്ലോ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ തന്നെ നമ്മള് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, കട്ട് ചെയ്ത് ഇത്തിരി റെസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ ഇപ്പം വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. എനിക്ക് ഇത്ര കണ്ടിന്യൂസ് ആയി ഞാൻ ഒരു 40 മിനിറ്റ് ഒക്കെ വർത്താനം പറയും. അത് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇത്തിരി വെള്ളം കുടിക്കാൻ പോയിരുന്നിട്ട്. അതേപോലെയാണ് ഈ ഫോൺ വീഡിയോസും ചെയ്യുന്നത്. എങ്ങനെയാ വെച്ചാൽ അവര് ഇന്ന സീൻ ഇത്ര നേരം, പക്ഷെ നമ്മൾ കാണുന്ന ഈ എഡിറ്റഡ് ആയിട്ടുള്ള ഈ 5 മിനിറ്റിന്റെ വീഡിയോ, ഫോൺ വീഡിയോ എന്നൊക്കെ പറയുന്നത് അവരൊരു ദിവസം ഫുള്ളി ഇരുന്ന് ഷൂട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ 2 ദിവസം ഫുള്ളി ഇരുന്ന് ഷൂട്ട് ചെയ്തതായിരിക്കാം കേട്ടോ. അപ്പൊ അതുപോലെ ചെയ്യണം. നമുക്ക് പറ്റിയെന്ന് വരില്ല, അത് ഹസ്ബൻഡിനോട് പറഞ്ഞേക്കുക. കാരണം അപ്പുറത്തെ ആൾക്ക് വേണമെങ്കിൽ ബാങ്കിൽ നല്ല 1 ലക്ഷത്തിനടുത്ത് സാലറി ഉണ്ടായിരിക്കാം, പക്ഷെ ഇങ്ങോരെ ഹസ്ബൻഡിന് എത്ര ഉണ്ടാവുള്ളൂ? ചിലപ്പോൾ 40,000 രൂപ എങ്ങാനും സാലറി ഉണ്ടാവുള്ളൂ. അതും ഇതും കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ആളോട് ചോദിച്ചു നോക്ക്. കാരണം നമ്മൾ എങ്ങനെയാണ് അതുപോലെയല്ലേ നമുക്ക് ആവാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ പോലെ ആവാൻ പറ്റില്ലല്ലോ. അത് ആളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഹസ്ബൻഡിന് വിഷമാവോന്ന് ചിന്തിച്ചിരിക്കാൻ നിന്നാലേ പിന്നെ അതിനിരിക്കാനേ നേരണ്ടാവുള്ളൂ കേട്ടോ. അതൊന്നും ചിന്തിക്കേണ്ട. മോളുടെ കാര്യം തുറന്ന് ഹസ്ബൻഡിനോട് പറയുക തന്നെ ചെയ്യാം കേട്ടോ. അടുത്തൊരു ചോദ്യം നോക്കാം. ചേച്ചി, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. മോന് 2 വയസ്സ്, മോൾക്ക് 10 മാസമാണ് പ്രായം. മോളുടെ ഡെലിവറി ടൈമിൽ മോന് 2 വയസ്സാവാത്തത് കൊണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടില്ല. ഭർത്താവ് ഇന്റർകോഴ്സ് ചെയ്യാൻ നിർബന്ധിക്കുന്നു. എന്നെ കൊണ്ട് പറ്റില്ല. അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ എനിക്ക് വെറുപ്പാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കൂടി ഉണ്ട്. സേഫ്റ്റി പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ പറയുന്നു. വീണ്ടും ഇന്റർകോഴ്സ് ചെയ്താൽ കൺസീവ് ആകുമോ എന്ന പേടി കൂടി ഉണ്ട്. ഹസ്ബൻഡിനെ എങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക? അതായത് ഇവർക്ക് ഓൾറെഡി 2 കുട്ടികളായി, ഇനിയും ഒരു കുട്ടീനെ കൂടി താല്പര്യമില്ല എന്നാണ് വൈഫ് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് വെച്ചാൽ സെക്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ യൂസ് ചെയ്യാൻ, അതായത് അങ്ങനെ വെച്ചാൽ താല്പര്യമില്ലെങ്കിൽ കുറച്ച് പ്രിവെൻഷൻസ് യൂസ് ചെയ്യാനാണ് ഹസ്ബൻഡ് പറയുന്നത്. പക്ഷെ ഭാര്യ പറയാണ് എനിക്ക് ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ്, ഇതിന്റെ ഇടയിൽ കൂടി ഇതും കൂടി വയ്യ എന്നാണ് ഭാര്യ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ല, ഭർത്താവിനും താല്പര്യമില്ല, ഭർത്താവിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഭാര്യയ്ക്ക് താല്പര്യമില്ല എങ്കിൽ ഭാര്യ തുറന്ന് പറയാം. ഭർത്താവിന് വിഷമാവെന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മള് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പലർക്കും പല തരത്തിലുള്ള ലെവലിലായിരിക്കും കടന്നു പോവുക. അപ്പോ
നമുക്ക് ചിലപ്പോൾ ഇത് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭർത്താവിന് വിഷമാവിച്ച് നമ്മളിത് കടിച്ചു തൂങ്ങി സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഭർത്താവിനോട് പറയാ. പിന്നെ അവരുടെയും കൂടി കൺസേൺ നോക്കുക കേട്ടോ. നമ്മളെ ഞാൻ പെണ്ണാണ്, എനിക്ക് ഇന്ന മാതിരിയുള്ള ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപന്യാസം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരുടെ കൺസേണും കൂടി നോക്കുക. അവർക്കും ചിലപ്പോ കുറെ നാൾക്ക് ശേഷം ഭാര്യയായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയാം, എന്നിട്ട് പറയാം ഇത്ര നാൾക്ക് ശേഷം നമുക്കൊന്ന് നോക്കാം, അപ്പൊ എനിക്ക് ഇത്തിരി പെയിൻ കുറയും, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ, നിങ്ങൾ പറയുന്നത് കേൾക്കാണ്ടിരിക്കോ? നിങ്ങളെ മനസ്സിലാക്കാണ്ടിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും തുറന്നു പറയാട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം പാർട്ട്ണർ തന്നെ ബോഡി ഷെയിം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അത് ഓവർകം ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ പാർട്ട്ണർ ബോഡി ഷെയിമിങ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പാർട്ട്ണറിന്റെ ഭാഗത്തു നിന്നുള്ള ബോഡി ഷെയിമിങ് കേട്ടോ. ബാക്കി ഒരു ഗേളിന്റെ സർക്കിൾ എന്ന് പറയാ അവർക്ക് 3 സർക്കിളായിട്ട് വരയ്ക്കാം. അതില് ഇതൊരു പെൺകുട്ടി വെച്ചാൽ അവരെ ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുന്നതായിരിക്കും അവരുടെ ഹസ്ബൻഡ്. രണ്ടാമത്തെ സർക്കിളിലായിരിക്കും അവരുടെ അച്ഛൻ, അമ്മ, പിന്നെ അവരുടെ പിള്ളേരൊക്കെ വരുന്നത് രണ്ടാമത്തെ സർക്കിളിലായിരിക്കും. മൂന്നാമത്തെ സർക്കിളിലാണ് ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ആൾക്കാരും വരും. അപ്പൊ അവരുടെ ഫസ്റ്റ് സർക്കിളിൽ മക്കളെ പോലും ഒഴിവാക്കി അവരുടെ ഫസ്റ്റ് സർക്കിളിൽ അവർ നിർത്തിക്കുന്നത് അവരുടെ ഹസ്ബൻഡിനെ ആയിരിക്കും കേട്ടോ. അപ്പൊ ആ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ഇവരെ പറ്റി വല്ല കളിയാക്കലൊക്കെ നേരിട്ട് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം പാർട്ട്നേഴ്സ് അവരെ കളിയാക്കാണ്ടിരിക്കുക, ബോഡി ഷെയിമിങ് നടത്താണ്ടിരിക്കുക. അഥവാ നടത്തിയ കാര്യമായിട്ട് പറയാം, ഇത് തമാശയല്ല, ഇത് എന്റെ ശരീരമാണ്, നിങ്ങൾ എന്നെ പറ്റിയാണ് കളിയാക്കുന്നത്, മറ്റുള്ളവരെ വേണ്ടി ഇത്തിരി നേരത്തെ സുഖത്തിന് വേണ്ടി കളിയാക്കാനുള്ളതല്ല എന്റെ ശരീരം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ആള് റിപ്പീറ്റ് ചെയ്യാച്ച മൂവ് ഓൺ ചെയ്യുക. വേണ്ടാന്ന് ഇരിക്കുന്നില്ല നിങ്ങളെ കളിയാക്കണ ആൾക്കാരൊക്കെ പാർട്ട്ണറായിട്ട്. ഞാൻ പറയുന്നു, ഗേൾസ് ബോയ്സിനെ കളിയാക്കിയാലും തിരിച്ചായാലും രണ്ട് ഒരേ ടൈപ്പാണ്, മൂവ് ഓൺ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, ചേച്ചി എന്റെ പ്രൈവറ്റ് പാർട്ട് ബ്ലാക്കിഷ് കളറാണ്, ഇത് ഹസ്ബൻഡിന് ഇഷ്ടാവോ, ഇവിടെ എങ്ങനെ ലൈറ്റൻ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊന്നും വല്ല എൻഗേജ്മെന്റും കഴിഞ്ഞ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മാരേജ് നോക്കുന്ന പ്രപ്പോസൽസ് ഒക്കെ നോക്കുന്ന ആളായിരിക്കാം. മോളെ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഇത്തിരി ഡാർക്കൻ ആയിരിക്കും. ഇപ്പോ എന്റെ ഈ തൊക്കിന്റെ ഈ കളറിനെക്കാട്ടും ഇത്തിരി കൂടി ഡാർക്കൻ ആയിരിക്കും എന്റെ പ്രൈവറ്റ് പാർട്ട്. കാരണം അത് അവിടുത്തെ സ്വാഭാവിക നിറമാണ് കേട്ടോ. അല്ലാണ്ട് ആ ഭാഗം മാത്രം കറുത്തിരിക്കുന്ന മോൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഇതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻ ടോൺകാരെ അങ്ങനെയായിരിക്കാം. ഇനിയിപ്പോ ഈ ഒരുപാട് വെളുത്തിരിക്കുന്ന സായിപ്പുമാരുടെ അതൊക്കെ അവരുടെ ശരീരം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, അവർക്ക് അരി വാങ്ങാൻ വേണ്ടി അവരുടെ ശരീരം അങ്ങനെ ആക്കി തീർത്തായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ത്വക്കിന്റെ നിറം അങ്ങനെയായിരിക്കാം. അത് കാരണമായിരിക്കും അവരുടെയൊക്കെ നല്ല ഫ്ലറിഷ് ആയി വെളുത്തിരിക്കുന്നതൊക്കെ അങ്ങനെയായിരിക്കാം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺകാരുടെയൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് പാർട്ട് ഇത്തിരി കളർ കുറഞ്ഞിട്ടാണ്. അത് നോർമലാണ്. അത് ഭാവിയിൽ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല. ലൈറ്റൻ ചെയ്യണ അവിടെ എന്തിനാ ലൈറ്റൻ ചെയ്യണേ? അഥവാ നിങ്ങൾക്ക് ലൈറ്റൻ ചെയ്യണ വെച്ചാൽ വല്ല മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഉപയോഗമില്ല. കാരണം അവിടെ അങ്ങനെയാണ് കളറ്. നിങ്ങൾ ആ കളറിനെ അവിടെ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ കക്ഷം, അണ്ടർ ആംസ് ആയാലും എങ്ങനെയാണ്, അവിടെ ഇത്തിരി കളർ കുറവല്ലേ, അത് ആ ഭാഗത്ത് സ്വാഭാവിക നിറാണെന്ന് കരുതി അംഗീകരിക്കുകയാണ് വേണ്ടത്. ലൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അടുത്തൊരു ചോദ്യമാണ്, വജൈനൽ വാഷ് യൂസ് ചെയ്യാമോ ട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കുറേ വജൈനൽ വാഷ്, വി വാഷ് ഒക്കെയാണ് ഞാൻ കേട്ടത്. ഞാൻ ആദ്യമായിട്ട് വി വാഷിന്റെ ഒക്കെ പരസ്യം കണ്ടപ്പോ എന്താ സംഭവം എന്ന് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, കുപ്പിയൊക്കെ കാണാൻ, പരസ്യമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ വജൈനൽ വാഷ് കുറേ ബ്രാൻഡുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ വജൈന എന്ന് പറയുന്നത് സ്വയം ക്ലീൻ ആവുന്ന ഒരു ഭാഗമാണ്. വജൈന നമ്മൾ പ്രത്യേകിച്ച് കണ്ണി കണ്ട വാഷോ കണ്ണി കണ്ട pH ലെവല്, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന വജൈനൽ വാഷിന്റെ pH ലെവല് വ്യത്യസ്തമായിരിക്കാം കേട്ടോ. അത് നമ്മുടെ ഇന്റിമേറ്റ് പാർട്ടിയിൽ ഒന്നും ആയാൽ ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. പരമാവധി അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഈ വജൈനൽ ഏരിയ എന്ന് പറയുന്നത് സ്വയം ക്ലീൻ ആവുന്നതാണ്. നമ്മൾ നോർമൽ കുളിക്കുമ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, സോപ്പ് ഒന്നും ഇട്ട് പതപ്പിക്കാണ്ടിരിക്കുക. പിന്നെ
വേണമെങ്കിൽ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാസത്തിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യാം, എന്നാലും യൂസ് ചെയ്തെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. അതുകൊണ്ട് അവിടെ അത്ര വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ചേച്ചി, ഞാൻ മാരീഡ് ആണ്, ഞാൻ കുട്ടിയെ വേണ്ടാന്നാണ് ആഗ്രഹിക്കുന്നത്, അതിൽ തെറ്റുണ്ടോ? ഇപ്പോ കുട്ടി, അതുപോലെ ഹസ്ബൻഡ്, കല്യാണം, കുട്ടി, അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായുള്ള അഭിപ്രായമായിരിക്കാം, സ്വാതന്ത്ര്യമായിരിക്കാം. അത് നമ്മുടെ ഇൻഡിപെൻഡൻസ്, നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ് കേട്ടോ. അതില് മൂന്നാമതൊരാളുടെ അഭിപ്രായം കേൾക്കാണ്ടിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങളുടെ പാർട്ട്ണർക്കും കുട്ടി വേണ്ട എന്നാണ് ആളും ചിന്തിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അതിന് പോവാൻ നോക്കുക കേട്ടോ. കാരണം പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കുട്ടി വേണ്ട, ആഫ്റ്റർ എനിക്കൊരു 35 വയസ്സിന് ശേഷം എന്റെ ലൈഫൊക്കെ സെറ്റിലായിട്ട് മതി, അങ്ങനെ എന്റെ കുട്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിക്ക് വരണ്ട, ഞാൻ എന്റെ ജോബൊക്കെ ഫുൾ സെറ്റിലായിട്ട് മതി, എന്റെ കുട്ടി ഞാൻ ഫുള്ള് സെറ്റായിട്ട് എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ എന്റെ കുട്ടി വന്നാ മതി, ആ ചിന്താഗതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പല ഓപ്ഷൻസ് ഉണ്ട്. എഗ് ആയാലും സ്പേം ആയാലും, സ്ത്രീയിൽ നിന്നുള്ള എഗ്ഗും പുരുഷനിൽ നിന്നുള്ള സ്പേമും കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പല ഓപ്ഷൻസും ഇന്നത്തെ കുറെ ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വെച്ച് നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ സ്പേം ആയാലും എഗ് ആയാലും ക്വാളിറ്റി കുറഞ്ഞു വരും. അതിനായിട്ട് നല്ലത് നിങ്ങളുടെ ഈ നല്ല പ്രായത്തിൽ, അതായത് ഒരു 25 വയസ്സിനൊക്കെ ഉള്ളിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ ആ ടൈമിൽ അത് പ്രിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള, നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി സെറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു 35 വയസ്സിനൊക്കെ ശേഷം ശ്രമിക്കുമ്പോൾ പല ആക്ടേഴ്സ് ഒക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, സാധാരണക്കാർ അറിയുന്നില്ല എന്ന് മാത്രം. അതിന് ഇത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ല. നിങ്ങൾ ഒരു മാസം പണിക്ക് പോണ കാശുണ്ടെങ്കിൽ പറ്റും. അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കുക. ഇനി ഇപ്പൊ കുട്ടികൾ ഫുള്ള് വേണ്ട, ഭാവിയിലും വേണ്ട, ഇപ്പോഴും വേണ്ട വെച്ചാൽ അത് നിങ്ങളുടെ പാർട്ട്ണറുടെയും കൂടി കൺസേൺ എടുത്ത് തീരുമാനിക്കുക കേട്ടോ. വീട്ടുകാരെ ഒന്നും മൈൻഡ് ചെയ്തില്ല, നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്താണ് അഭിപ്രായം നോക്കുക. ഇപ്പൊ പാർട്ട്ണർക്ക് ഒരു കുട്ടീനെങ്കിലും വേണം എന്ന് തോന്നുക വെച്ചാൽ ഇപ്പൊ വേണച്ചാ രണ്ടാളും സംസാരിച്ച് തീരുമാനിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജോബൊക്കെ സെറ്റിലായിട്ട് ഫുൾ സെറ്റിലായിട്ട് മതിച്ച ഇപ്പോഴേ പ്രിസർവ് ചെയ്ത് വെക്കാന്നുള്ള ഓപ്ഷനാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹോർമോൺസും നമ്മുടെ ബോഡിയും അതിന് അത്രമാത്രം ക്വാളിറ്റി ഉള്ളത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ആദ്യം തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നല്ലൊരു ഹോസ്പിറ്റലില് നല്ലൊരു ഗൈനാക്കിനെ കണ്ട് സംസാരിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം, വീക്ക്ലി വൈസ് സെക്സ് നല്ലതാണോ? ഹെൽത്തി അല്ലേ? വി ആർ ന്യൂലി വേർഡ്സ്. ഇപ്പൊ വീക്ക്ലി വൈസ് സെക്സ് ഒക്കെ നല്ലതാണ്. ഞാൻ കേട്ടിട്ടുള്ളത് സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് റിലീഫാണ്, കലോറി ഒക്കെ കുറയും, മണ്ണൊക്കെ കുറയാനായിട്ട് ഹെൽപ്പാണ്, ഇത്ര പൊണ്ണത്തടിയൊക്കെ കുറയും. പിന്നെ വീക്ക്ലി വൈസ് ഉള്ള സെക്സ് നല്ലതാണ്. അത് ഓരോരുത്തരുടെ ഉണ്ടല്ലോ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ. ഇപ്പൊ ഒരു ദുബായിലുള്ള ഒരു വ്യക്തിയാണ്, പാർട്ട്ണർ നാട്ടിൽ നിൽക്കുക, അവർക്ക് വീക്ക്ലി വൈസ് ഒന്നും പറ്റില്ല. പക്ഷെ ഈ വീക്ക്ലി വൈസ് ഒക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് ന്യൂലി വെഡ്സ് ആകുമ്പോൾ അവരുടെ ഇന്റിമസിക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എപ്പോ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ആവാം, നിങ്ങളുടെ ഒരു ഇതുപോലെ കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒരു ചോദ്യം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ, അതും കൂടി നോക്കാം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് തിങ് അബൌട്ട് ബീങ് എ ഗേൾ? ഞാനൊരു പെൺകുട്ടി ആയപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് കേട്ടോ, ഞാൻ ഉണ്ടല്ലോ ചെറുപ്പത്തിലൊക്കെ, ഞാൻ എന്റെ വീട്ടില് ഫസ്റ്റ് കുട്ടിയാണ്, എന്റെ വീട്ടിൽ ഞാൻ മൂത്ത കുട്ടിയാണ്. അപ്പൊ എന്റെ വീട്ടിലെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സാമർത്ഥ്യം, ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നു. അത് ചെയ്യരുത് പറഞ്ഞാൽ എനിക്കത് ചെയ്ത് നോക്കിയാലും ഒരു തൃപ്തിയുള്ളൂ കേട്ടോ, അങ്ങനത്തെ ടൈപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ നല്ല തടി എന്ന് പറഞ്ഞാൽ എന്റെ കസിൻസും എന്റെ സിസ്റ്ററും ഒക്കെ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ഞാൻ അന്നൊക്കെ ഇത്തിരി കൂടി തടി ഉണ്ടായിരുന്നു. അപ്പം അവരെക്കാട്ടും തടിയും വലുപ്പൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എന്നിങ്ങനെ, ഞാനൊക്കെ ബോഡി ഷെയ്മിങ്ങിന്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടുണ്ട്. കാരണം അന്നൊക്കെ എന്ന് പറയുമ്പോൾ ബോഡി ഷെയ്മിങ് ആണ്, നമുക്ക് തിരിച്ചറിയില്ല, അമ്മാതിരും നമുക്ക് ബുദ്ധിയില്ലല്ലോ. ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, അന്ന് അത്ര അറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ബോഡി ഷെയ്മാന്ന് ഇന്നത്തെ കാലത്താണ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നത്. അങ്ങനെയാവുമ്പോ നമ്മുടെ ഈ അടുത്തുള്ള കുറെ പേര്, ചിലര് മെലിഞ്ഞിരുന്നാ വരെ അതിനും ബോഡി ഷെയ്ം നേരിടുന്നവരുണ്ട് കേട്ടോ. അതൊന്നും അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ പണ്ടൊക്കെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആൺകുട്ടിയായ മതിയെന്ന്. അപ്പോ ഈ തടിയുള്ള ആൺപിള്ളേരെ അത്രയൊന്നും ആൾക്കാർ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ പറയുന്നത് ഭയങ്കര കാടോടി നടക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഒക്കെ പറയില്ലേ, ഭയങ്കര ഓടി നടക്കുന്ന ടൈപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ ആഗ്രഹിക്കും ആമ്പിള്ളേരായ ഇതൊക്കെ ചെയ്യായിരുന്നു, അപ്പൊ ഒന്നും പറയില്ല, പെൺപിള്ളേര് മരം കയറിയ കുഴപ്പം, ആ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ആഗ്രഹം ചെറുപ്പത്തിൽ ആൺകുട്ടിയാണെന്ന്. പിന്നെ വലുതായപ്പോ മനസ്സിലായി ആൺകുട്ടിയെക്കാട്ടും ഗേൾ ആവുന്നതാണ് പവർ. ഇമോഷൻ, ഗേൾ എന്ന് പറയാണ്ടല്ലോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറേ ഉണ്ട് നമുക്കുണ്ടല്ലോ. ഒരു പീരീഡ്സിന്റെ വേദന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബോയ്സ് ഒക്കെ പീരീഡ്സിന്റെ വേദന അനുഭവിക്കണം, ഒരു മിഷനൊക്കെ വെച്ചിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യില്ല, അവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ അതൊക്കെ സഹിച്ച് എല്ലാം സെറ്റ് ആയിരിക്കുന്ന ടീമാണ് നമ്മൾ. അപ്പൊ നമ്മൾ അത്രയും സൂപ്പർ ആണ്. ബി എ വുമൺ, ബി ആർ സൂപ്പർ. അങ്ങനെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാട്ടാ. അപ്പൊ നമ്മള് കൂടുതൽ ഇതാവും. എനിക്കിപ്പോ ഞാനായി തന്നെ ഇരിക്കുന്നത് ഭയങ്കര ആശ്വാസമുള്ള കാര്യമാണ്, ഭയങ്കര സുഖമാണ്. ഇത്രയും ഒരു നല്ലൊരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര, വുമൺ ആയിരിക്കുമ്പോ ഭയങ്കര, നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ സേഫ് അല്ലേ, രാത്രി ഇറങ്ങി നടക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ഇറങ്ങി നടന്നു നോക്ക്, നിങ്ങൾക്ക് പറ്റും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ധൈര്യത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളെ ചുറ്റിലുള്ള ആണുങ്ങളെല്ലാം പൊട്ടയില്ല, അതുപോലെ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരൊന്നും പൊട്ടയില്ല. അവരെ കണ്ണുകളെ നമ്മൾ പേടിക്കണം. മീൻസ് അങ്ങനത്തെ കഴുകൻ കണ്ണോട് നോക്കുന്ന ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, രണ്ടാളുണ്ട്. പക്ഷേ എല്ലാവരെയും നമ്മൾ ഒരേ കണ്ണിൽ കാണരുത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നമുക്ക് ചിലപ്പോൾ ഒരു രാത്രി ഒരു ഹെൽപ്പ് ഉണ്ടാകുന്ന ഒരു ചേട്ടനോ ചേച്ചിയോ നമ്മുടെ മുമ്പിൽ വരും. അവരുടെ മുമ്പിൽ ഭയങ്കര ആള് ചമയിലൊന്നും നിൽക്കാണ്ടിരിക്കുക, സന്തോഷമായിരിക്കുക, നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. അതാണ് എനിക്ക് കിട്ടിയ ഗേളായുള്ള പ്രിവിലേജ്. എനിക്ക് ഭയങ്കര കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റി, എനിക്ക് ഞാനാവാൻ പറ്റി. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മുടെ 4th എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ലെങ്ത് കൂടുണ്ട് എനിക്കറിയാം, പക്ഷേ നമ്മൾ പല ജീവിതങ്ങൾ സംസാരിച്ച് വരുമ്പോ, നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോ അത് കൂടിപ്പോവും. അത് എനിക്ക് കുറയ്ക്കാൻ സത്യം പറയാലോ, എനിക്ക് കുറയ്ക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചു പോണം. കാരണം നാവിന് എല്ലില്ല എന്ന് പറയുന്നത് ശരിയല്ലേ? അങ്ങനെ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ട്, എന്റെ പൊന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ചിന്താഗതി ആയിരിക്കില്ല നിങ്ങളുടെ ചിന്താഗതി, എന്റെ സൊല്യൂഷൻസ് ആയിരിക്കില്ല ചിലപ്പോൾ കൂടുതൽ ഉപകാരപ്പെടുക. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ട്, നിങ്ങളത് കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇനി ആരും അറിയണ്ട, തുറന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഇമെയിൽ ID താഴെ കൊടുത്തേക്കാം, അതിലോട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാട്ടോ. ഞാൻ നോക്കിയിട്ട് സമയമൊക്കെ എടുത്ത് നോക്കിയിട്ട് റിപ്ലൈ തരുന്നുണ്ട്. എന്തായാലും വീഡിയോ ആയിട്ട് റിപ്ലൈ ഇടാട്ടോ, അതാണ് എല്ലാവർക്കും കൂടി ഒന്നും കൂടി നന്നാവുക. നിങ്ങളുടെ പേരൊന്നും മെൻഷൻ ചെയ്യില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഫേക്ക് ID ഒക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ അവസ്ഥ കമന്റ് ചെയ്തോളൂ. അങ്ങനെ നിങ്ങളുടെ സ്വന്തം ഐഡിയയിൽ പറയാൻ ധൈര്യം ഉണ്ട് വെച്ചാലും, ഇമെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് വെച്ചാലും നിങ്ങൾ വേണമെങ്കിൽ എന്റെ കമന്റിൽ ഇട്ടോളൂ കേട്ടോ, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്, ഇറ്റ്സ് മീ.